ഡിസംബറിന്റെ കുളിർക്കാറ്റ് മെല്ലെ അകത്തളങ്ങളിൽ പെയ്തിറങ്ങി. 25 നോമ്പിൽ അനുഷ്ഠിക്കേണ്ട 25 പുണ്യങ്ങൾ പേപ്പറിൽ കുറിച്ചിട്ടു. പിടഞ്ഞു ചാകുന്ന മത്സ്യങ്ങൾക്കായി കാരുണ്യഗീതം പാടാൻ മുക്കുവരെ തേടി യാത്രയാവണം. മലയോര പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മുനമ്പത്തെ സമരപ്പന്തലിൽ പോയി 2 കവിള് സംസാരിക്കണം. അധികാരത്തിന്റെ ഗർവറിയിക്കാതെ എന്നാൽ അറിയിച്ചുകൊണ്ട് ഒരു കെട്ടിടം പണിയണം. സഭയെ നന്നാക്കണം, സമൂഹത്തെ നന്നാക്കണം. പാവപ്പെട്ടവരെ വിളിച്ചു വരുത്തി മുറ്റത്ത് പന്തലിട്ട് 4 ആള് കാണുക വിരുന്നൊരുക്കണം. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ 2 റീൽസ് ഇടണം. സ്നേഹത്തെക്കുറിച്ച് നാൽക്കവലയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കണം. ആദ്യമായി പുൽക്കൂടൊരുക്കിയ ഫ്രാൻസിസ് അസീസിയെ പോലെ ഒരു നാള് ഭിക്ഷാടനം നടത്തണം. ഇങ്ങനെ നീളുന്ന പുണ്യങ്ങളുടെ നെറുകയിൽ ജീവിതം മറന്നുപോകുന്നില്ലേ? രോഗത്തിന്റെ നോവിനാൽ കണ്ടമിടറുന്ന സഹോദരിയെയും അമ്മയുടെ വിരഹവ്യതയാൽ നീറുന്ന കൂട്ടുകാരിയെയും കണ്ടതില്ല. വിറങ്ങലിച്ച ആ കരങ്ങൾ എത്രയോ തവണ വിരുന്നൂട്ടിയതാണ്. പുണ്യപൂർത്തിക്കായി കിതച്ചോടുമ്പോൾ മറക്കുന്നതും മരിക്കുന്നതും നീ ആയിരിക്കുന്നിടത്തെ ആനന്ദമാണ്. മിഴിയടയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിലും മിഴി തുറക്കുമ്പോൾ നിന്റെ ഉള്ളിലും കാണാതെ പോയ ഇമ്മാനുവൽ അനുഭവം. സത്രമന്വേഷിക്കുന്നവന് സത്രമായി ഭവിക്കേണ്ട ജീവിതം. കൂടപ്പിറപ്പിനെ കാണാതെ ഒരു പുഞ്ചിരി സമ്മാനിക്കാതെ ലോകം നന്നാക്കാൻ ഉരുമ്പിടുന്നത് വ്യർത്ഥമല്ലേ? ആരോ തുടങ്ങിവെച്ച പുൽക്കൂട് ഹൃദയത്തിൽ നീ പൂർത്തിയാക്കണം. പുണ്യപൂർത്തിക്കായി കൂടെയുള്ളവരെ മറന്നോടുമ്പോൾ പൊന്നുണ്ണി ചോദിക്കും, എന്തേ സ്വർണമിങ്ങനെ മങ്ങിപ്പോയി? മുന്തിരി എങ്ങനെ കാട്ടുമുന്തിരിയായി? എന്തേ ഈ വിളക്കിങ്ങനെ കരിന്തിരി കത്തുന്നു? തിളങ്ങുന്ന നക്ഷത്രത്തിൽ നിന്നും പുൽക്കൂടിന്റെ എളിമയിലേക്കാവണം നമ്മുടെ യാത്ര. പുണ്യത്തിന്റെ നെറുകയിൽ പിറകെ ഓടിയണയുന്നവനെ മറക്കല്ലേ. ഉണ്ണീശോയുടെ കിതപ്പ് കേൾക്കുന്നില്ലേ? തിരിച്ചറിയണം. സമയമായി, തിരിഞ്ഞോടാൻ സമയമായി. കൊടിത്തോരണങ്ങൾക്ക് നിറം മങ്ങും. എങ്കിലും ഇമ്മാനുവൽ അനുഭവം എന്നും കൂട്ടിനുണ്ടാകും. നെഞ്ചകം സത്രമല്ല, പുൽക്കൂടാവണം. 1000 പുണ്യങ്ങളല്ല, കൂടെയുള്ളവർക്ക് ഒരിത്തിരി സ്നേഹം നൽകി പൊന്നുണ്ണിയുടെ ജന്മദിനത്തിനായി നമുക്കൊരുങ്ങാം.